നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ടതും മറ്റാരോടും പറയാൻ പാടില്ലാത്തതുമായ ഒരുപാട് ജീവിത രഹസ്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അറിവുകൾ സമ്പാദിക്കുകയും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്ത മഹാപണ്ഡിതനായിരുന്നു ചാണക്യൻ. പണ്ഡിതൻ എന്നതിലുപരിയായി ഒരു സാമ്പത്തിക വിദഗ്ധനും ഭരണതന്ത്രജ്ഞനും കൂടിയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തിലും ജീവിത പാഠങ്ങൾക്കും ഭാഷകൾക്കും അദ്ദേഹം ഒരുപോലെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചാണക്യ ഉപദേശങ്ങളെക്കുറിച്ചും ചാണക്യ തന്ത്രങ്ങളെക്കുറിച്ചും കേട്ടാണ് ഇന്ത്യയിലെ ഓരോ കുട്ടിയും വളർന്നു വരുന്നത്. ചാണക്യന്റെ തന്ത്രങ്ങളും നയങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. ജീവിത വിജയം നേടുന്നതിനും ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിനുമുള്ള നിരവധി അറിവുകളും തന്ത്രങ്ങളും ഉപദേശങ്ങളും ചാണക്യൻ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആ ജീവിതത്തിൽ ആരോടും ഒരിക്കലും വെളിപ്പെടുത്തരുതെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദാമ്പത്യ രഹസ്യങ്ങൾ. വിവാഹ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. പ്രണയം, അടുപ്പം, പിണക്കം, വഴക്ക്, തെറ്റിദ്ധാരണകൾ തുടങ്ങി രണ്ടു പേർക്കിടയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് അവയെല്ലാം. ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ രഹസ്യങ്ങളും സംസാരങ്ങളും അവർക്കിടയിൽ മാത്രം നിലകൊള്ളണമെന്ന് ചാണക്യൻ പറയുന്നു. മൂന്നാമതൊരാളോട് അക്കാര്യം വെളിപ്പെടുത്തരുത്. പങ്കാളികൾക്കിടയിലെ സംഭാഷണവും കാര്യങ്ങളും തികച്ചും സ്വകാര്യമാണ്. അത്തരം വിവരങ്ങൾ മറ്റൊരാളോട് വെളിപ്പെടുത്തിയാൽ അത് അവർ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയേക്കാം. ഒരു ഭർത്താവും ഭാര്യയെക്കുറിച്ചുള്ള വിവരങ്ങളോ രഹസ്യങ്ങളോ മറ്റാരോടും വെളിപ്പെടുത്തരുത്. കാരണം തികച്ചും ഒരാളുടേത് മാത്രമായ കാര്യമാണ് അവരുടെ പങ്കാളി. അവരെ സംബന്ധിച്ച കാര്യങ്ങൾ മറ്റൊരാളോടും പറയുന്നത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ചാണക്യൻ ആദ്യ പോയിന്റിൽ പറയുന്നത്. രണ്ടാമതായി, നമുക്ക് രഹസ്യമായി നൽകിയ അല്ലെങ്കിൽ ലഭിച്ച കാര്യങ്ങൾ മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിച്ച് മറ്റൊരാൾ നമുക്ക് നൽകുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് നൽകുകയോ ചെയ്ത കാര്യങ്ങളോ അറിവുകളോ വസ്തുക്കളോ രഹസ്യമായി തന്നെ വെക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ഉദാഹരണത്തിന്, ഒരു ഗുരു നമുക്ക് ഒരു മന്ത്രമോ പ്രത്യേക അറിവോ ഉപദേശിക്കുന്നു. അവർ അത് ആഗ്രഹിക്കാത്തിടത്തോളം കാലം മറ്റാരോടും അത് വെളിപ്പെടുത്തരുത്. കാരണം ഒരു പ്രതിസന്ധി സമയം മറ്റുള്ളവർ അതൊരു ആയുധമായി ഉപയോഗിച്ചേക്കാം. അതുപോലെ തന്നെയാണ് ദാനം നൽകുക എന്ന് പറയുന്നത്. ദാനം എന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെങ്കിലും അത് നാലാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഉപയോഗിക്കരുത്. അത് ദാനം ലഭിച്ച ആളുകളുടെ സ്വകാര്യതയെയും അഭിമാനത്തെയും ഹനിക്കുന്ന പ്രവൃത്തിയാണെന്നാണ് ചാണക്യൻ പറയുന്നത്. അടുത്തതായി ചാണക്യൻ പറയുന്നത് പ്രായവും ദൗർബല്യങ്ങളും. യഥാർത്ഥ പ്രായമോ ദൗർബല്യമോ കഴിവുകളോ ആരോടും വെളിപ്പെടുത്തരുതെന്നാണ് ചാണക്യൻ പറയുന്നത്, പ്രത്യേകിച്ച് ശത്രുക്കളോട്. കാരണം മറ്റുള്ളവർ ഇവ ആയുധമായി ഉപയോഗിച്ചേക്കാം. അതുപോലെ മരുന്നുകളെ പറ്റിയുള്ള വിവരമോ ചികിത്സയെ പറ്റിയുള്ള വിവരമോ മറ്റുള്ളവരോട് പങ്കുവെക്കരുതെന്നും ചാണക്യൻ പറയുന്നുണ്ട്. അടുത്ത പോയിന്റാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടതായി വരും. അത്തരം കേസുകളിൽ നമ്മളെക്കുറിച്ച് മോശം അഭിപ്രായമുള്ള ആളുകളോട് സഹായം തേടാതിരിക്കുക. അവരോട് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക. അവരത് നിങ്ങൾക്കെതിരെ ആയുധമാക്കി ഉപയോഗിക്കും. കൂടാതെ നിങ്ങൾക്കെതിരെ പല അപവാദങ്ങളും പറഞ്ഞു പരത്തുകയും ചെയ്യും.